ഹലോ ഗൈസ്, കാൽപന്തു ടോക്സിന്റെ സീസൺ 2 ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റായി ജോയിൻ ചെയ്യുന്നത് അബ്ദുല്ല മാഹിൻ ഫർദീൻ, പിന്നെ രോഹിത്. വെൽക്കം ടു ദ ഷോ. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ജർമ്മനിയുടെയും സ്പെയിനിന്റെയും ടീം അനാലിസിസ് ആണ്. അവരുടെ കഴിഞ്ഞ മാച്ചുകളെ കുറിച്ചുള്ള അനാലിസിസ് ആണ്. അപ്പോൾ ഫർദീൻ, എങ്ങനെയാണ് സ്പെയിനിന്റെയും ജർമ്മനിയുടെയും ഒക്കെ കളിയും ടീമിന്റെ കാര്യങ്ങളൊക്കെ? ആദ്യമായി സ്പെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പെയിനിന്റെ ഫുട്ബോൾ ശൈലി തന്നെ ഇപ്രാവശ്യം മാറി. കാരണം ലാസ്റ്റ് 36 കോമ്പറ്റീവ് മാച്ചസിൽ സ്പെയിൻ എതിർ ടീമിനെ ഡോമിനേറ്റ് ചെയ്തു, പൊസിഷനിൽ കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്ത കളിയാണ് കളിച്ചത്. പക്ഷെ ഇന്നലെ കളി സ്റ്റാർട്ടിങ് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ സ്പെയിന് ഗോളിന് വേണ്ടിയിട്ട് മറ്റേ വ്യഗ്രത കുറവാണ്. സ്പെയിന് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് കളിച്ചത്. പ്രഷർ കുറവാണ്. കാരണം കുറച്ചുകൂടി ഈസി ആയിട്ട് കളിക്കുന്ന തോന്നി സ്പെയിന്. ഒരു എതിർ ടീമിനെ പ്രഷറൈസ് ചെയ്യാതെ കുറച്ചുകൂടി ഈസി ആയിട്ട് കളിക്കുന്ന പോലെ തോന്നി. അത് കാരണം അതിപ്പോ മോഡേൺ ഫുട്ബോളിൽ ഇപ്പോ പൊസിഷൻ ഗെയിം ഉണ്ട്, പക്ഷെ എല്ലാം പൊസിഷൻ ഗെയിം മാത്രമല്ല, കുറച്ചും കൂടി റാഷണൽ ഫുട്ബോൾ കൂടി കളിക്കാൻ തുടങ്ങുന്ന ഇറാണ് ഇപ്പോ ഫുട്ബോൾ നടക്കുന്നത്. അതുകൊണ്ട് സ്പെയിന്റെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വേൾഡ് കപ്പും അതിന് മുമ്പുള്ള യൂറോ വെച്ച് നോക്കുമ്പോൾ അടിപൊളി പെർഫോമൻസ്. കാരണം കുറച്ചും കൂടി ഡയറക്റ്റ് ആയി ഫുട്ബോൾ, അതാണ് വേണ്ടത്. എപ്പോഴും പാസ്, ഫുൾ പാസ് 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 അത് കളി കാണുന്ന പ്രേക്ഷകർക്കും അത് ഒരു ഇൻട്രസ്റ്റ് കിട്ടൂല. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു മെയിൻ ചേഞ്ച് പ്ലേയേഴ്സ് വന്നത് വിങ്ങേഴ്സ്, പ്യുവർ വിങ്ങേഴ്സ്. എനിക്ക് തോന്നുന്ന സ്പെയിനിൽ കഴിഞ്ഞല്ല സ്പെയിനിൽ ഇതുവരെ ഒരു പ്യുവർ ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങേഴ്സ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്രാവശ്യം അങ്ങനെയല്ല, പ്യുവർ വിങ്ങേഴ്സ്, ഫുട്ബോൾ പ്യുവർ വിങ്ങേഴ്സ് പറയുന്ന രണ്ട് യങ് ടാലൻസ് ആണ് സ്പെയിൻ ഉള്ളത്. നിക്കോ വില്യംസ്, ലെമിൻ യമാൽ. ഫെറാൻ ടോറസ്, കുറെ വിങ്ങേഴ്സ്, പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് വിങ്ങേഴ്സ് ആണ് മെയിൻ. ഈ വിങ്ങേഴ്സ് കാരണം മൊറാട്ട സ്ട്രൈക്കറിന് കുറച്ചും കൂടി ഫ്രീ ആയിട്ടും അദ്ദേഹത്തിന്റെ എന്താ പറയുന്ന അറ്റാക്കിംഗ് പ്രൊവേഴ്സ് കുറച്ച് കാണിക്കാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്രാവശ്യം നല്ല വിങ് ബാക്സ് കൂടിയുണ്ട്, കാർവാലും കുക്കറാലോ. അത് രണ്ട് വെൽ ബാലൻസ് വിങ് ബാക്സ് കൂടിയാണ്. പിന്നെ അതാണ് മെയിൻ ഡയറക്ട് ഫുട്ബോൾ, അത് നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് സ്പെയിനിന്. പിന്നെ നല്ല പേസ് ഉള്ള വിങ്ങേഴ്സ് വരുമ്പോ ഡിഫൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ സ്ട്രൈക്കേഴ്സിന് ഗോൾ സ്കോറിംഗ് ഓപ്ഷൻസ് ഒക്കെ കൂടും. മെയിൻ സ്പെയിൻ ഇല്ലാതിരുന്നതും പേസ് വിങ്ങേഴ്സ് ആയിരുന്നു. ഈ മോഡേൺ ഫുട്ബോൾ വിങ്ങേഴ്സിന്റെ പാർട്ട് നമുക്കറിയാലോ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് രണ്ട് ടോപ്പ് വിങ്ങേഴ്സിനെ വിട്ടുകൊണ്ട് വിട്ട് കീപ്പ് ചെയ്തുള്ള ഒരു കളി സ്പെയിനിന്റെ ഇപ്പോഴാണ് വന്നത്. നിക്കോ ആൻഡ് ലെമിൻ യമാൽ വന്നേക്കുന്നത്. അവർ ഇത്രയും കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിങ്ങേഴ്സ് മെയിൻ ആയിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് ഇപ്പൊ ഓൾമോനൊക്കെ വിങ്ങിൽ ഇറക്കി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എൻട്രിക്ക് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഓൾമോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്ററിലേക്ക് ഇറങ്ങി ഒന്ന് കളിക്കുന്ന പ്ലെയർ. അതുകൊണ്ട് തന്നെ വിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അവർ വിങ് ബാക്സ് കയറണം. ഇപ്പൊ ഡിഫൻസ് നല്ല രീതിക്ക് ഇപ്പൊ ഇവർ രണ്ടുപേരും വന്നോണ്ട് തന്നെ ഫെറാനും യാർസബാലിനും കോമ്പറ്റീഷൻ കൂടിയ സ്ഥിതിക്ക്, അതായത് ലെമീനും നിക്കോയും നല്ല രീതിക്ക് വിങ്ങിൽ ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് എന്തായാലും ഇവരെക്കാളും പ്രായം കുറഞ്ഞ രണ്ടെണ്ണം അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ഒരു പ്രഷർ വരും. അപ്പൊ ഇവരും ഔട്ട് ആൻഡ് ഔട്ട് ആയിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയി. അപ്പൊ എങ്ങനെ പോയാലും സ്പെയിനിൽ ഇപ്പൊ ഒരു പ്യുവർ വിങ്ങേഴ്സിനെ എടുത്തിട്ട് കളിപ്പിക്കേണ്ട കളിശൈലി നല്ല രീതിക്ക് എഫക്റ്റീവ് ആവും. അതുപോലെ തന്നെ വിങ് ബാക്സിന്റെ ഫസ്റ്റ് പറഞ്ഞ പോലെ കുക്കുറേല കാർവഹാൽ കോംബോ നല്ലൊരു ഇതാണ്. വിങ് ബാക്സ് അവരും നല്ല സപ്പോർട്ടിംഗ് ആണ്, അറ്റാക്കിലായാലും ഡിഫെൻഡിങ്ങിലായാലും അവര് ട്രാക്ക് ബാക്ക് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അതെ, പിന്നെ എടുത്തു പറയാനുള്ളത് ഫാബിയൻ റൂയിസിന്റെ ഒരു വർക്ക് റേറ്റ് ആണ്. അത് നല്ല രീതിക്ക് ഇത് പെഡ്രീനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നല്ല രീതിക്ക് വിടുന്നുണ്ട്. ഫാബിയാന് ബോക്സ് ടു ബോക്സ് പോലെ കളിക്കുന്നതുകൊണ്ട് തന്നെ പെഡ്രിക്ക് നല്ല രീതിക്ക് അവര് നമ്പർ 10 പോലെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഫാബിയാൻ റൂയിസ് ചെയ്ത ഗോൾ നോക്കിയാൽ പെഡ്രി അറ്റാക്കിങ്ങിലുള്ള ഇൻവോൾവ്മെന്റ് ഒക്കെ കാണാൻ പറ്റും. ഓപ്പൺ ആയിട്ട് ബോക്സ് വരെയും എത്തി അവിടെ നിന്ന് കളി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് പ്ലേയേഴ്സിന്. സ്പെയിൻ ഇപ്പൊ നല്ല ഓപ്ഷൻസ് ഉണ്ട്. സെലക്ഷൻ സ്പെയിന്റെ സെലക്ഷന് എൻട്രിക്ക് ഉണ്ടാകുമ്പോൾ കോൺട്രോവേഴ്ഷ്യൽ സെലക്ഷൻ ആയിരുന്നു അധികം ഉണ്ടായിരുന്നത്. കാരണം ടോപ്പ് പെർഫോമിംഗ് പ്ലേയേഴ്സിന് അധികം പുറത്തിരിക്കുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ
ടോക്ക് വന്നിരിക്കുന്നുണ്ട് ഡെലാഫിയോന്റെ ബാസ്ക് പ്ലേയേഴ്സിന് നല്ല രീതിക്ക് ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആള് ആ ഒരു പൊസിഷനിലേക്ക് ഏത് തരത്തിലുള്ള പ്ലെയറിനെ വേണമെന്ന് ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് ഏത് തരത്തിലുള്ള പ്ലെയറിനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ആൾ എടുത്തിരിക്കുന്നത്. അതാണ് ടീമിന് എസെൻഷ്യൽ ആയുള്ള പ്ലേയേഴ്സിന് മാത്രമേ അദ്ദേഹം എടുത്തിട്ടുള്ളൂ. ബാസ്ക് ടീമിന് കാരണം റിയൽ സൊസൈറ്റി മറ്റേ ലെനോർ മാഡൽ വന്നില്ല. കാരണം അദ്ദേഹം നല്ല പെർഫോമൻസ് ആയിരുന്നു അധികം ലാസ്റ്റ് സീസൺ. ഡിസർവിംഗ് സെലക്ഷൻ ആയിരുന്നു. പിന്നെ എല്ലാരും സ്പെയിന്റെ ആ ഒരു 2010 സ്ക്വാഡ് വെച്ച് കമ്പയർ ചെയ്താണ് സ്ക്വാഡ് സെലക്ഷനെ പറയുന്നത്. അതായത് ഇനിയസ്റ്റ കളിച്ച പോലെ പെഡ്രി കളിക്കുന്നു, പിന്നെ റോഡ്രി ബുസ്കറ്റ്സിനെ പോലെ കളിക്കുന്നു. അതിലൊരു ലോജിക് ഇല്ല. അവരവരുടേതായ രീതിയിൽ കളിക്കേണ്ടടുത്ത് ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ ഒരു ലോജിക് ഇല്ല. ആ ഒരു എറയിലുള്ള ഫുട്ബോളും ഇപ്പോൾ മോഡേൺ ഫുട്ബോൾ ഒരുപാട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അതൊരു ബേർഡൻ ആയിട്ട് മാറി. കാരണം പ്ലേയേഴ്സ് മാറിയിട്ടും ഇപ്പോ കറന്റ് പ്ലേയേഴ്സിനോട് അതേ സ്റ്റൈൽ കൊണ്ട് കളിപ്പിക്കേണ്ട അവസ്ഥ വന്നു. നമ്മുടെ ടെൻഹാഗ് പറഞ്ഞ പോലെ ആ ഒരു എൻഡ് ചെയ്തു. അതിന് ഡിപ്പെൻഡബിൾ അല്ല. അതാണ് ഫസ്റ്റ് വേണ്ടിയിരുന്നത്. അതൊരുവിധം ഈ ഡെലാഫിയോന്റെ അണ്ടറിൽ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. അത് സ്പെയിന് എത്രത്തോളം ഇതാവും എന്നുള്ളത് അവരുടെ ഈ ടൂർണമെന്റിലെ പ്രോഗ്രഷൻ ബേസ് ചെയ്തിട്ട് അവർക്ക് ടൈറ്റ് ഫിക്സ്ചർ വരുന്ന ഇറ്റലി ആയിട്ടുള്ള മാച്ചാണ്. ഇൻഫോം ആയിട്ടുള്ള ഒരു ഇറ്റലി. എനിക്ക് തോന്നുന്നു യൂറോയില് ലാസ്റ്റ് 10-12 മാച്ചസ് ആയിട്ട് അവർ അൺബീറ്റൺ ആണ്. അപ്പോ ആ അത്രയും ഇൻഫോമില് അത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് റീസെന്റ് മാച്ചസ് ആയിട്ട് പ്രത്യേകിച്ച് KS ഒക്കെ നല്ല ഫോമിലുള്ള ഒരു ഇറ്റലി ആയിട്ടാണ് സ്പെയിൻ അടുത്ത മാച്ച് വരുന്നത്. അപ്പൊ സ്പെയിന് അത് ക്രൂഷ്യൽ ആയിരിക്കും ആ മാച്ചിലെ പെർഫോമൻസ്. കാരണം കമ്പാരിറ്റീവ്ലി അവരുടെ സിസ്റ്റം ടോട്ടലി മാറിയിട്ടുണ്ട്. ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങേഴ്സിനെ വെച്ചുള്ള കളി, മിഡ്ഫീൽഡിൽ അധികം ഡിപ്പെൻഡൻസി വരാത്ത, ഇൻഫാക്ട് മിഡ്ഫീൽഡിൽ തന്നെ ഈ മൊറാട്ടക്ക് ഒരു ഫ്രീഡം കിട്ടിയുണ്ട്. ഔട്ട് ആൻഡ് ഔട്ട് നിക്കോ വില്യംസും ലാമിൻ യമാലും വിട്ട് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മൊറാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേസ് നല്ല രീതിക്ക് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രൈക്കറാണ്. ഇൻസൈസീവ് റൺസ് നല്ല രീതിക്ക് വെക്കും. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിക്ക് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്റലിന്റെ തന്നെ സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാലും സ്പെയിനിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരുടെ ഡിഫൻസ് റീസെന്റ് നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഡിഫൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ജർമ്മനിയുടെയും സ്പെയിനിന്റെയും ടീം അനാലിസിസ് ആണ്. അവരുടെ കഴിഞ്ഞ മാച്ചുകളെ കുറിച്ചുള്ള അനാലിസിസ് ആണ്. അപ്പോൾ ഫർസീൻ, എങ്ങനെയാണ് സ്പെയിനിന്റെയും ജർമ്മനിയുടെയും ഒക്കെ കളിയും ടീമിന്റെ കാര്യങ്ങളൊക്കെ? ആദ്യമായി സ്പെയിൻ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പെയിന്റെ ഫുട്ബോൾ ശൈലി തന്നെ ഇപ്രാവശ്യം മാറി. കാരണം ലാസ്റ്റ് 36 കോമ്പറ്റീവ് മാച്ചസിൽ സ്പെയിൻ എതിർ ടീമിനെ ഡോമിനേറ്റ് ചെയ്തു. പൊസിഷനിൽ കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്ത കളിയാണ് കളിച്ചത്. പക്ഷെ ഇന്നലെ കളി സ്റ്റാർട്ടിങ്ങിന് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ സ്പെയിനിൽ ഗോളിന് വേണ്ടിയിട്ട് മറ്റേ വ്യഗ്രത കുറവാണ്. സ്പെയിനിൽ കുറച്ചുകൂടി ഈസ് ആയിട്ടാണ് കളിക്കുന്നത്. പ്രഷർ കുറവാണ്. കാരണം കുറച്ചുകൂടി ഈസ് ആയിട്ട് കളിക്കുന്നത് തോന്നി സ്പെയിന്. ഒരു എതിർ ടീമിനെ പ്രഷറൈസ് ചെയ്യാതെ കുറച്ചുകൂടി ഈസ് ആയിട്ട് കളിക്കുന്ന പോലെ തോന്നി. അത് കാരണം അതിപ്പോ മോഡേൺ ഫുട്ബോളിൽ ഇപ്പോ പൊസിഷൻ ഗെയിം ഉണ്ട്. പക്ഷെ എല്ലാം പൊസിഷൻ ഗെയിം മാത്രമല്ല, കുറച്ചും കൂടി റാഷണൽ ഫുട്ബോൾ കൂടി കളിക്കാൻ കൊടുക്കുന്ന ഇറാണ് ഇപ്പോ ഫുട്ബോൾ നടക്കുന്നത്. അതുകൊണ്ട് സ്പെയിന്റെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വേൾഡ് കപ്പും അതിന് മുമ്പുള്ള യൂറോ വെച്ച് നോക്കുമ്പോൾ അടിപൊളി പെർഫോമൻസ്. കാരണം കുറച്ചും കൂടി ഡയറക്റ്റ് ആയി ഫുട്ബോൾ. അതാണ് വേണ്ടത്. എപ്പോഴും പാസ്, ഫുൾ പാസ് 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 അത് കളി കാണുന്ന പ്രേക്ഷകർക്കും അത് ഒരു ഇൻട്രസ്റ്റ് കിട്ടൂല. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു മെയിൻ ചേഞ്ചസ് പ്ലേയേഴ്സ് വന്നത് വിങ്ങേഴ്സ്, പ്യുവർ വിങ്ങേഴ്സ്. എനിക്ക് തോന്നുന്ന സ്പെയിനിൽ കഴിഞ്ഞല്ല സ്പെയിനിൽ ഇതുവരെ ഒരു പ്യുവർ ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങേഴ്സ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്രാവശ്യം അങ്ങനെയല്ല. പ്യുവർ വിങ്ങേഴ്സ്, ഫുട്ബോൾ പ്യുവർ വിങ്ങേഴ്സ് പറയുന്ന 2 യങ് ടാലൻസ് ആണ് സ്പെയിൻ ഉള്ളത്. നിക്കോ വില്യംസ്, ലാമിൻ യമാൽ. ഫെറാൻ ടോറസ് കുറെ വിങ്ങേഴ്സ്. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്ന 2 വിങ്ങേഴ്സ് ആണ് മെയിൻ. ഈ വിങ്ങേഴ്സ് കാരണം മൊറാട്ട സ്ട്രൈക്കറിന് കുറച്ചും കൂടി ഫ്രീ ആയിട്ടും അദ്ദേഹത്തിന്റെ എന്താ പറയുന്ന അറ്റാക്കിംഗ് പ്രൊവേഴ്സ് കുറച്ച് കാണിക്കാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്രാവശ്യം നല്ല വിങ് ബാക്സും കൂടിയുണ്ട്. കാർവാലോ, കുക്കറലോ, അത് 2 വെൽ ബാലൻസ് വിങ് ബാക്സ് കൂടിയാണ്. പിന്നെ അതാണ് മെയിൻ ഡയറക്ട് ഫുട്ബോൾ. അത് നല്ല ഇംപ്രൂവ്മെന്റ് ആണ് സ്പെയിന്. പിന്നെ നല്ല പേസ് ഉള്ള വിങ്ങേഴ്സ് വരുമ്പോ ഡിഫൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ സ്ട്രൈക്കേഴ്സിന് ഗോൾ സ്കോറിംഗ് ഓപ്ഷൻസ് ഒക്കെ കൂടും. മെയിൻ സ്പെയിൻ ഇല്ലാതിരുന്നതും ഈ പേസ് വിങ്ങേഴ്സ് ആയിരുന്നു. ഈ മോഡേൺ ഫുട്ബോൾ വിങ്ങേഴ്സിന്റെ
പാർട്ട് നമുക്കറിയാലോ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന്. അതുകൊണ്ട് ഈ രണ്ട് ടോപ്പ് വിങ്ങേഴ്സിനെ വിട്ടുകൊണ്ട് വിട്ട് കീപ്പ് ചെയ്തുള്ള ഒരു കളി സ്പെയിനിൽ ഇപ്പോഴാണ് വന്നത്. നിക്കോ ആൻഡ് ലാമിൻ യമാൽ വന്നേക്കുന്നത്. അതാണ് അവർ ഇത്രയും കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിങ്ങേഴ്സ് മെയിൻ ആയിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് ഇപ്പൊ ഓൾമോനെയൊക്കെ വിങ്ങിൽ ഇറക്കി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻട്രിക്ക് രണ്ടാമത്. പക്ഷെ ഓൾമോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്ററിലേക്ക് ഇറങ്ങി ഒന്ന് കളിക്കുന്ന പ്ലെയർ. അതുകൊണ്ട് തന്നെ വിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അവർ വിങ് ബാക്സ് കയറണം. ഇപ്പൊ ഡിഫൻസ് നല്ല രീതിക്ക് അതേപോലത്തെ ഒരു ഫോൾസ് വിങ്ങേഴ്സ് പോലത്തെ പ്ലേയേഴ്സ് ആണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും വന്നോണ്ട് തന്നെ ഫെറാനോ യാർസബാലിനും കോമ്പറ്റീഷൻ കൂടിയ സ്ഥിതിക്ക്, അതായത് ലമീനും നിക്കോയും നല്ല രീതിക്ക് വിങ്ങിൽ ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് എന്തായാലും ഇവരെക്കാളും പ്രായം കുറഞ്ഞ രണ്ടെണ്ണം അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ഒരു പ്രഷർ വരും. അപ്പൊ ഇവരും ഔട്ട് ആൻഡ് ഔട്ട് ആയിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയി. എങ്ങനെ പോയാലും സ്പെയിനിൽ ഇപ്പൊ ഒരു പ്യുവർ വിങ്ങേഴ്സിനെ എടുത്തിട്ട് കളിപ്പിക്കേണ്ട കളിശൈലി നല്ല രീതിക്ക് എഫക്റ്റീവ് ആവും. അതുപോലെ തന്നെ വിങ് ബാക്സിന്റെ ഫസ്റ്റ് പറഞ്ഞ പോലെ കുക്കുറേല കാർവഹാൽ കോംബോ നല്ലൊരു ഇതാണ്. വിങ് ബാക്സ് അവരും നല്ല സപ്പോർട്ടിംഗ് ആണ്. അറ്റാക്കിലായാലും ഡിഫെൻഡിങ്ങിലായാലും അവര് ട്രാക്ക് ബാക്ക് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അതെ, പിന്നെ എടുത്തു പറയാനുള്ളത് ഫാബിയൻ റൂയിസിന്റെ ഒരു വർക്ക് റേറ്റ് ആണ്. അത് നല്ല രീതിക്ക് പെഡ്രീനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നല്ല രീതിക്ക് വിടുന്നുണ്ട്. ഫാബിയാന് ബോക്സ് ടു ബോക്സ് പോലെ കളിക്കുന്നതുകൊണ്ട് തന്നെ പെഡ്രിക്ക് നല്ല രീതിക്ക് അവര് നമ്പർ 10 പോലെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഫാബിയാൻ റൂയിസ് ചെയ്ത ഗോൾ നോക്കി ആ പെഡ്രി അറ്റാക്കിങ്ങിലുള്ള ഇൻവോൾവ്മെന്റ് ഒക്കെ കാണാൻ പറ്റും. ഓപ്പൺ ആയിട്ട് ബോക്സ് വരെയും എത്തി അവിടെ നിന്ന് കളി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് പ്ലേയേഴ്സിന്. സ്പെയിൻ ഇപ്പൊ നല്ല ഓപ്ഷൻസ് ഉണ്ട്. സെലക്ഷൻ സ്പെയിന്റെ സെലക്ഷന് എൻട്രിക്ക് ഉണ്ടാകുമ്പോൾ കോൺട്രോവേഴ്ഷ്യൽ സെലക്ഷൻ ആയിരുന്നു അധികം ഉണ്ടായിരുന്നത്. കാരണം ടോപ്പ് പെർഫോമിംഗ് പ്ലേയേഴ്സിന് അധികം പുറത്തിരിക്കുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ടോപ്പ് വന്നിരിക്കുന്ന ഡെലാഫിയോന്റെ ബാസ്ക് പ്ലേയേഴ്സിന് നല്ല രീതിക്ക് ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആള് ആ ഒരു പൊസിഷനിലേക്ക് ഏത് തരത്തിലുള്ള പ്ലെയറിനെ വേണമെന്ന് ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് ഏത് തരത്തിലുള്ള പ്ലെയറിനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ആൾ എടുത്തിരിക്കുന്നത്. അതാണ് ടീമിന് എസെൻഷ്യൽ ആയുള്ള പ്ലേയേഴ്സിന് മാത്രമേ അദ്ദേഹം എടുത്തിട്ടുള്ളൂ. ബാസ്ക് ടീമിന് കാരണം റിയൽ സൊസീഡഡ് മറ്റേ ലെനോർ മാഡൽ വന്നില്ല. കാരണം അദ്ദേഹം നല്ല പെർഫോമൻസ് ആയിരുന്നു അലിഗ ലാസ്റ്റ് സീസൺ. ഡിസർവിംഗ് സെലക്ഷൻ ആയിരുന്നു. പിന്നെ എല്ലാരും സ്പെയിന്റെ ആ ഒരു 2010 സ്ക്വാഡ് വെച്ച് കമ്പയർ ചെയ്താണ് സ്ക്വാഡ് സെലക്ഷനെ പറയുന്നത്. അതായത് ഇനിയസ്റ്റ കളിച്ച പോലെ പെഡ്രി കളിക്കുന്നു, പിന്നെ റോഡ്രി ബുസ്കറ്റ്സിനെ പോലെ കളിക്കുന്നു. അതിലൊരു ലോജിക്ക് ഇല്ല. അവരവരുടേതായ രീതിയിൽ കളിക്കേണ്ടടുത്ത് ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ ഒരു ലോജിക്ക് ഇല്ല. ആ ഒരു എറയിലുള്ള ഫുട്ബോളും ഇപ്പോൾ മോഡേൺ ഫുട്ബോൾ ഒരുപാട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതൊരു ബേർഡൻ ആയിട്ട് മാറി. കാരണം പ്ലേയേഴ്സ് മാറിയിട്ടും ഇപ്പോ കറന്റ് പ്ലേയേഴ്സിനോട് അതേ സ്റ്റൈൽ കൊണ്ട് കളിപ്പിക്കേണ്ട അവസ്ഥ വന്നു. നമ്മുടെ ടെൻഹാഗ് പറഞ്ഞ പോലെ ആ ഒരു എൻഡ് ചെയ്തു. അതിന് ഡിപ്പെൻഡബിൾ അല്ല. അതാണ് ഫസ്റ്റ് വേണ്ടിയിരുന്നത്. അതൊരുവിധം ഈ ഡെലാഫിയോന്റെ അണ്ടറിൽ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. അത് സ്പെയിന് എത്രത്തോളം ഇതാവും എന്നുള്ളത് അവരുടെ ഈ ടൂർണമെന്റിലെ പ്രോഗ്രഷൻ ബേസ് ചെയ്തിട്ട് അവർക്ക് ടൈറ്റ് ഫിക്സ്ചർ വരുന്ന ഇറ്റലി ആയിട്ടുള്ള മാച്ചാണ്. ഇൻഫോം ആയിട്ടുള്ള ഒരു ഇറ്റലി. എനിക്ക് തോന്നുന്നു യൂറോയില് ലാസ്റ്റ് 10-12 മാച്ചസ് ആയിട്ട് അവർ അൺബീറ്റൺ ആണ്. അപ്പോ ആ അത്രയും ഇൻഫോമില് അത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് റീസെന്റ് മാച്ചസ് ആയിട്ട് പ്രത്യേകിച്ച് KS ഒക്കെ നല്ല ഫോമിലുള്ള ഒരു ഇറ്റലി ആയിട്ടാണ് സ്പെയിൻ അടുത്ത മാച്ച് വരുന്നത്. അപ്പൊ സ്പെയിന് അത് ക്രൂഷ്യൽ ആയിരിക്കും ആ മാച്ചിലെ പെർഫോമൻസ്. കാരണം കമ്പാരിറ്റീവ്ലി അവരുടെ സിസ്റ്റം ടോട്ടലി മാറിയിട്ടുണ്ട്. ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങേഴ്സിന് വെച്ചുള്ള കളി, മിഡ്ഫീൽഡിൽ അധികം ഡിപ്പെൻഡൻസി വരാത്ത, ഇൻഫാക്ട് മിഡ്ഫീൽഡിൽ തന്നെ ഈ മൊറാട്ടക്ക് ഒരു ഫ്രീഡം കിട്ടിയുണ്ട്. ഔട്ട് ആൻഡ് ഔട്ട് നിക്കോ വില്യംസും ലാമിൻ യമാലും വിട്ട് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മൊറാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേസ് നല്ല രീതിക്ക് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രൈക്കറാണ്. ഇൻസൈസീവ് റൺസ് നല്ല രീതിക്ക് വെക്കും. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിക്ക് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്റലിന്റെ തന്നെ സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാലും സ്പെയിനിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരുടെ ഡിഫൻസ് റീസെന്റ് നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഡിഫൻസ് ആണ്. ഇനി ജർമ്മനിയുടെ ഭാഗത്തോട്ട് വന്ന കരിയറിലെ തന്നെ ഫോമിൽ നിൽക്കുന്ന ടോണി ക്രൂസ്, ജമാൽ മുസിയാല, ഫ്ലോറൻ ബ്രിഡ്സ് പോലുള്ള യങ് പ്ലേയേഴ്സ് എല്ലാവരുമാണ് ജർമ്മനിയുടെ സ്ട്രെങ്ത്. അപ്പോൾ ജർമ്മനിയുടെ ടീമിനെ എങ്ങനെ നോക്കി കാണുന്നു ഷാമിൽ?
അവർക്ക് ഈ വർഷം ഒരു ടൈറ്റിൽ അടിക്കാനുള്ള ഒരു ഹോപ്പൊക്കെ ഉണ്ട് പ്രത്യേകിച്ചിട്ട്. ഇവിടെ മിഡ്ഫീൽഡ് ആണെങ്കിൽ ഒന്നും പറയാനില്ല. പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആൻഡ്രിച്ചിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. ആ ഒരു കവറിങ്, അദ്ദേഹം ആ ഒരു റോള് നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട് അവിടെ. സാധാരണ ഇപ്പൊ ആ റോളിലൊക്കെ കിമ്മിച്ചിനൊക്കെയാണ് എടുത്ത് കളിപ്പിക്കാറ്. ഇത്തവണ നഗൽസ്മാന് അങ്ങേരെ കൊണ്ടുവന്നതിന് ശേഷം മിഡ് കുറച്ചുകൂടെ ഡിഫെൻസീവ്ലി കുറച്ചുകൂടെ കവർ ചെയ്യും. മൊത്തൊരു ഇതാണ് പൊതുവെ റോഹിത്, ഡിഫെൻസീവ്ലി. എനിക്ക് ഷാമിൽ പറഞ്ഞതിനോട് തന്നെ പറയാനുള്ളത്, എല്ലാരും ആ ഒരു ജർമ്മൻ ടീമിൽ എടുത്തു പറയുന്നത് ഹാവേർട്സ്, ക്രൂസ്, ഗുണ്ടോഗാൻ, മ്യൂസിയാല, പിന്നെ ഫ്ലോറിയൻ വെഡ്സ് ഇവരുടെയൊക്കെ ഫോമാണ്. പക്ഷെ ആൻഡ്രിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ആണ് അവര് അങ്ങനത്തെ ഒരു ലിറ്ററലി ഒരു ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന മിഡ്ഫീൽഡേഴ്സ് ഇവരൊക്കെ. ക്രൂസ് ആയാലും ഗുണ്ടോഗാൻ ആയാലും മ്യൂസിയാല, ഇവരൊക്കെ ഒരു അറ്റാക്കിങ് ഉള്ള ഒരു മിഡ്ഫീൽഡേഴ്സാണ്. ഇവരെയൊക്കെ അങ്ങനെ മാറി മാറി കളിക്കുമ്പോൾ ആ ഒരു മിഡ്ഫീൽഡിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് തന്നെ ആൻഡ്രിച്ച് ആണ്. എന്റെ അഭിപ്രായത്തിൽ ആ ടീമിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആൻഡ്രിച്ചിന്റെ റോളാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പുറത്തെ ഈ പറഞ്ഞ ബാക്കി പ്ലേയേഴ്സിന്റെ ഒക്കെ ഒരു സ്റ്റാർഡം വെച്ച് നോക്കുമ്പോൾ ഒട്ടുമില്ലാത്ത ഒരുത്തനെ അവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇയാൾ കളിപ്പിക്കുന്നത്, നഗൽസ്മാൻ കളിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ചേഞ്ച്, എനിക്ക് നോട്ടബിൾ ചേഞ്ച് ഞാൻ കണ്ടിട്ടുള്ള വെച്ച് കഴിഞ്ഞാല്, റൗമായാലും കിമ്മിച്ചായാലും കിമ്മിച്ച് പൊതുവെ സെന്ററിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് കയറുന്ന ഒരു പ്ലെയർ ആണ് റൈറ്റ് ബാക്ക് ഇട്ടാൽ കൂടി. പക്ഷെ ഇത്തവണ അങ്ങനെ കണ്ടിട്ടില്ല. അവർ ആ ഒരു ഡിഫൻസീവിൽ തന്നെ വിട്ട് കീപ്പ് ചെയ്തിട്ടാണ് നിന്നത്. അറ്റാക്കിങ്ങിന് അധികം കയറി വരേണ്ടി വന്നില്ല ഫസ്റ്റ് മാച്ചിൽ. പക്ഷെ കിമ്മിച്ചിന് പലപ്പോഴും ഈ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുമ്പോൾ പണി കിട്ടാറുണ്ട്. അത് റയൽ മാഡ്രിഡ് മാച്ച് എടുത്താൽ തന്നെ അറിയാം. കിമ്മിച്ചിന് ലാക്ക് ഓഫ് പേസ് ഉണ്ട്. പക്ഷെ അത് കവർ ചെയ്യാനായിട്ട് അവര് റൂഡിജറിനെ പോലത്തെ ഒരു പക്ഷെ ഇപ്രാവശ്യം ആൻഡ്രിച്ച് ഉണ്ടല്ലോ, പോലുള്ള പക്ഷെ ഇപ്രാവശ്യം ആൻഡ്രിച്ച് ഉണ്ട് കവർ ചെയ്യാൻ. അതാണ് ഹൈലൈറ്റ്. ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ് ആൻഡ്രിച്ച് ആണ്. ആൻഡ്രിച്ച് മാത്രമല്ല, ഗ്രോസ് പറഞ്ഞ ഫ്ലെക്സിബിൾ പ്ലെയർ ആണ്. പ്രീമിയർ ലീഗിലെ ഏറ്റവും വെർസറ്റൈൽ പ്ലെയർ ആണ് ഗ്രോസ്. റൈറ്റ് ബാക്ക് റൈറ്റ് വിങ് മുതൽ എല്ലാ പൊസിഷനിലും കളിച്ചിട്ടുണ്ട്. റുഡിഗർ കരിയറിലെ തന്നെ പീക്ക് ഫോമിലല്ലേ ഉള്ളത്. റയൽ മാഡ്രിഡിലെ പെർഫോമൻസ് ഒക്കെ കണ്ടില്ലേ? റൂഡിഗർ മാത്രമല്ല, താന്റെ ബെസ്റ്റ് സീസൺ ആണ് കഴിഞ്ഞ ലാസ്റ്റ് സീസൺ ലിവർപൂസനിൽ ഓൾമോസ്റ്റ് 4-5 സെന്റർ എല്ലാ മാച്ചസും കളിച്ച ഒരു സെന്റർ ബാക്ക് ആണ് താത്രത്തോളം ക്രൂഷ്യലായിരുന്നു ലിവർപൂസൻ. അതേപോലെ ജർമ്മനിക്കും. ഇപ്പൊ ജർമ്മനിന്റെ സെന്റർ ബാക്ക് പെയറിംഗ് ഇപ്പോൾ നമുക്ക് ബെസ്റ്റ് പെയറിംഗ് ആണ്. കാരണം ലാലിഗാത്തെ ബെസ്റ്റ് സെന്റർ ബാക്കും ബുണ്ടസ് ലീഗാത്തെ ബെസ്റ്റ് സെന്റർ ബാക്കും രണ്ടുപേരും കളിക്കുന്നത് ജർമ്മനിക്ക് വേണ്ടിയാണ്. അത് മാത്രമല്ല ലെഫ്റ്റ് ബാക്ക് ജർമ്മനിയെ വേറൊരു പ്ലെയർ കൂടി ഉണ്ട് മെൻഷൻ ചെയ്യാൻ പറഞ്ഞറിയില്ല. സ്ലോട്ടർ ബാക്ക് ഡോർട്ട്മുണ്ടിന്റെ ജർമ്മനിയുടെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസീവ് ഒരു ഇതാണ്, ഡെപ്ത് ഉള്ള ഒരു ടീമാണ്. ഏറ്റവും എടുത്തു പറയാനുള്ളത് ലെഫ്റ്റ് ബാക്ക് ആണ് മിഡിൽ സ്റ്റുട്ട്ഗാർട്ട്. പുള്ളി ഡിഫൻസീവ്ലി സോളിഡ് ആണ്. ഡിഫൻസീവിലും അറ്റാക്കിംഗ് ഇത്ര ബാലൻസ്ഡ് പിൻ ബാക്ക് ജർമ്മനിക്ക് അടുത്ത കാലമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കൊന്ന് ലാമിന് ശേഷം കുറെ ആൾക്കാർ കിമിച്ചാണ് ലാം ആയിരിക്കാൻ പറ്റുന്നത്. നമുക്കൊന്ന് മിഡിൽ സ്റ്റാർട്ട് ആണ് കംപ്ലീറ്റ് ലാമിൻ പ്രൊഫൈൽ വരുന്ന ഒരു വിൻ ബാക്ക്. ഈവൻ റോമിലെ റോം ബാക്കപ്പ് ആയിട്ടുള്ളത് പുള്ളിക്ക് ഒരു അറ്റാക്കിംഗ് ഫോർവേഡ് കളിക്കുന്ന വിൻ ബാക്ക് ആണ്. പക്ഷെ ഡിഫൻസീവ് ആയിട്ട് ഇച്ചിരി വീക്കാണ്. അതുകൊണ്ടാണ് മിഡിൽ സ്റ്റാർട്ടിന് അടുത്തത്. മിഡിൽ സ്റ്റാർട്ട് പെർഫെക്റ്റ് ഓപ്ഷനാണ് ജർമ്മനിക്ക്. അതുകൊണ്ട് വെൽ ബാലൻസ് സ്ക്വാഡാണ് ജർമ്മനി ഇപ്രാവശ്യം. നമുക്കൊന്ന് ഏറ്റവും ബാലൻസ് സ്ക്വാഡ് ജർമ്മനിയാണ്. ആൻഡ്രിച്ച് മിഡിൽ സ്റ്റാർട്ടിന്റെ ആഡിങ്ങിന് ശേഷം. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും സ്പെയിനിനെ കുറിച്ച് തിരിച്ചു വന്ന സ്പെയിനിന് ടൈറ്റിൽ അടിക്കാനുള്ള സാധ്യതകൾ എന്തുമാത്രമാണ് ഷാമിൽ? സ്പെയിനിപ്പോ അവരുടെ കളി എന്ന് വെച്ചാല് കുറച്ചു കൂടുതൽ എൻട്രിക്കേന്ന് ആ ഒരു സ്റ്റൈലിന് കുറച്ചുകൂടെ ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി, വിന്നേഴ്സിനൊക്കെ യൂസ് ചെയ്തിട്ട്. ഇപ്പോ ബാഴ്സലോണന്റെ തന്നെ വണ്ടർക്കിട്ട ലാമിൻ യമാലൊക്കെ ആ വിങ്ങി കിടന്നിട്ട് ആറാടുകയാണ് മൊത്തത്തില്. ഗാർഡിയോളിനൊക്കെ ഫുള്ള് ഇതാക്കായിരുന്നു, വലിച്ചു കീറുകയായിരുന്നു. അതായിരുന്നു ക്രൊയേഷ്യ ചെയ്ത ഒരു മണ്ടത്തരവും കൂടിയാണ് ഗാർഡിയോളിനെ പോലത്തെ ഒരു പ്ലെയറിനെ. അതെ വളരെ വലിയ മണ്ടത്തരാണ്.
പുള്ളി ഗാഡിയോള റിപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കി. ഗാഡിയോളനെ പോലെ ചെയ്യാൻ അതെ. പറ്റില്ലല്ലോ, കാരണം ഗാഡിയോളക്ക് അത്ര നല്ല സെന്റർ ബാക്സ് ഉണ്ടായിരുന്നു അവൈലബിൾ ആ ആയിട്ട്. ക്രൊയേഷ്യക്ക് അതില്ല. ആർക്കേനി റൂബൻ ഡയാസിന് സെന്റർ ബാക്ക് ഇട്ടിട്ടാണ് അങ്ങേര് ഇപ്പുറത്ത് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഗാഡിയോൾ നിൽക്കുന്നത്. ഇവിടെ അത് അതുപോലെ അല്ലല്ലോ, അതാണ് പ്രശ്നം പറ്റിയത്. സ്പെയിനിന് എന്തെങ്കിലും ടൈറ്റിൽ ഹോപ്പ് ഉണ്ടോ ഫർസി? സ്പെയിന് എനിക്കൊന്ന് സെമി ഫൈനൽ വരെ ഒക്കെ എത്താനുള്ള സ്ക്വാഡ് സ്പെയിനുണ്ട് എനിക്ക് തോന്നുന്നത്. ടൈറ്റിൽ അടിക്കാൻ ആണെങ്കിൽ ടൈറ്റിൽ അടിക്കാൻ എനിക്ക് ഞാൻ പറയുന്നത് 3 സ്ക്വാഡ്. എനിക്ക് പ്രൈം സ്ക്വാഡ് പോർച്ചുഗൽ, ഫ്രാൻസ്, ജർമ്മനി. ഇതാണ് ഞാൻ ഫസ്റ്റ് കാറ്റഗറി, ഫസ്റ്റ് ലെവൽ വരുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ലെവൽ വരുന്ന ടീമാണ് സ്പെയിൻ, ഇംഗ്ലണ്ട് ഒക്കെ. ഞാൻ ഈവൻ ഇംഗ്ലണ്ട് ഫാൻ ആണെങ്കിൽ എനിക്ക് തീരെ ഒപ്പില്ല ഇപ്രാവശ്യം ഇംഗ്ലണ്ടിൽ. ഏറ്റവും ബെസ്റ്റ് സ്ക്വാഡ് വരുന്നത് ഇംഗ്ലണ്ടാണ്, ഏറ്റവും ബെസ്റ്റ് സ്ക്വാഡ്. പക്ഷെ ഏത് പ്രാവശ്യമാണ് ഇംഗ്ലണ്ടിന് hope ഉണ്ടായിട്ടുള്ളത്? ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടാ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ തീരെ ഒപ്പുണ്ടായിട്ടാ. ഓക്കെ, അപ്പോ ഇന്ന് കളിയുണ്ട്. ജർമ്മനിയുടെ ടൈറ്റിൽ ഹോപ്സ് എങ്ങനെയൊക്കെയാണ് രോഹിത്? ജർമ്മനി എന്റെ അഭിപ്രായത്തില് ഞാൻ ആസ് ഓൾവേസ് റൂട്ട് ചെയ്യുന്നത് ജർമ്മനി തന്നെയാണ് ഇത്തവണത്തെ ഒരു ഫൈനലിസ്റ്റ് ആയിട്ട്. പിന്നത്തെ ഒരു ഫൈനലിസ്റ്റ് എന്റെ അഭിപ്രായത്തില് ഫ്രാൻസ് അല്ലെങ്കിൽ സ്പെയിൻ തന്നെയായിരിക്കും ഇത്തവണത്തെ ഒരു ഫൈനലിസ്റ്റ്. ടൈറ്റിൽ ഹോപ്സ് ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ജർമ്മനിക്ക് തന്നെ. ഒരു ഹോസ്റ്റ് ടീമിന്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. പിന്നെ ജർമ്മനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രസീലിനെ പോലെ ക്രംബിൾ ഔട്ട് ചെയ്യില്ല ഗ്രൂപ്പ് സ്റ്റേജിലൊന്നും. നാട്ടിൽ നടന്ന ടൂർണമെന്റിൽ ക്രംബിൾ ഔട്ട് ചെയ്യില്ല അവരെന്തായാലും. അപ്പോ ജർമ്മനിക്ക് ഞാൻ നല്ല ഇത് കൊടുക്കുന്നുണ്ട്. ഫൈനലിസ്റ്റ് ആയിട്ട് ഞാൻ ജർമ്മനിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് ഫ്രാൻസ് അല്ലെങ്കിൽ സ്പെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ യൂറോയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസ് ലൈനപ്പ് ഉള്ള ജർമ്മനിക്കാണ്. അപ്പോ ഡിഫൻസ് അത് മാത്രമല്ല, എക്സ്പീരിയൻസ് ആണ് സ്ക്വാഡിലുള്ള. ജർമ്മനി ഏറ്റവും എക്സ്പീരിയൻസ് സ്ക്വാഡ് ജർമ്മനിന്റെ ആണ് തോന്നുന്നത്. വെൽ ബാലൻസ്ഡ് എല്ലാ സൈഡും. മിഡ്ഫീൽഡിലെല്ലാം നോക്കും, ഗുണ്ടോഗൻ, ക്രൂസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജർമ്മനിയുടെ സ്ക്വാഡ്, സ്പെയിനിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. ജർമ്മനിയുടെ സ്ക്വാഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലേയേഴ്സ് ഉണ്ട്. ബുണ്ടസ് ലീഗയിലെ ബെസ്റ്റ് ഡിഫൻഡർ, ബുണ്ടസ് ലീഗയിലെ 2 ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ലാലിഗയിലെ 2 ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ്, ഇവരൊക്കെ കൂടി അടങ്ങി കൂടിയിട്ടുള്ളതാണ്. അതുപോലെ കൈ ഹാവേർട്സ് ഈ സീസണിൽ EPL നമ്മള് ചർച്ച ചെയ്യാത്ത ഒരാൾ ജർമ്മനിയുടെ ഗോൾ കീപ്പർ നോയർ അല്ലെങ്കിൽ ടെർ സ്റ്റേഗൻ. ഇങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണെങ്കിൽ നമ്മള് പ്രൈം ഒക്കെ ആണെങ്കിൽ നോയറിനെ ചൂസ് ചെയ്യും. പക്ഷെ കറന്റ് സ്റ്റീഗൻ തന്നെ. അക്കാര്യ പ്രശ്നമുണ്ടായി തോന്നുന്നില്ല, കാരണം രണ്ടാളും ഒരേ ക്വാളിറ്റിയുടെ പ്ലെയർ ആണ്. പ്രൈം പാസ് ചെയ്താലും നോയറിന്റെ ക്വാളിറ്റി ഉണ്ട്, പക്ഷെ അതൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. നോയർ ഇഞ്ചുറി കഴിഞ്ഞ് വന്നതിന് ശേഷം അത്രയും പെർഫോമൻസ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നോയർ എന്തോ ഒരു ഫോം പോലെ തോന്നുന്നുണ്ട് എനിക്ക് പലപ്പോഴും. ബയന്റെ മാച്ച് എടുത്തപ്പോ ബയനിൽ ആ ഒരു ഇഞ്ചുറി വന്നതിന് ശേഷം എനിക്ക് നോയറിന്റെ മുകളില് സ്റ്റീഗന്റെ എനിക്കൊരു പോസിറ്റീവായി തോന്നിയത്, സ്റ്റീഗൻ കുറച്ചുകൂടി ഡിസ്ട്രിബ്യൂഷൻ ബെറ്റർ ആണ് നോയറിന് വെച്ച് നോക്കുമ്പോ. നോയർ ഒരു സ്ലീപ്പർ കീപ്പർ ആയിട്ടുള്ള റോളില് കുറച്ചുകൂടി ബെറ്റർ ആണ് സ്റ്റീഗനെ വെച്ച് നോക്കുമ്പോ. ലൈക്ക് സ്റ്റീഗൻ കയറി വരുന്ന ടൈമിൽ സ്റ്റീഗൻ കുറെ മണ്ടത്തരങ്ങൾ വരുത്താറുണ്ട്. ബീങ് എ ബാർസ ഫാൻ എനിക്ക് നല്ല രീതിക്ക് അറിയും. അവൻ അറ്റാക്ക്, അതായത് ലാസ്റ്റ് മാൻ ആയിട്ടൊക്കെയുള്ള ഇപ്പൊ ഇവൻ സ്ലീപ്പർ കീപ്പർ ആയിട്ടൊക്കെ അഡ്വാൻസ് ചെയ്ത് വരുമ്പോ അവിടെ ഫുള്ള് ഒന്നെങ്കിൽ ഫൗള് വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ബട്ട് ആസ് എ ഗോൾ കീപ്പർ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നോക്കുമ്പോൾ നോയറിന്റെ മുകളിൽ ഒരു അഡ്വാൻറ്റേജ്, ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് സ്റ്റീഗൻ ഉണ്ട്. എനിക്ക് തോന്നി ടൂർണമെന്റ് ഏറ്റവും ആപ്റ്റ് നോയർ തന്നെയാണ്, കാരണം എക്സ്പീരിയൻസ്, പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ട്സ് പോലത്തെ പെനാൽറ്റിയിൽ അഡ്വാൻറ്റേജ് നോയറിനുണ്ട്. നോയറിന് നല്ല മൈൻഡ് ഗെയിം കളിക്കാൻ അറിയാം, കറക്റ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്ത് ഡൈവ് ചെയ്യാറ്. പിന്നെ ലേറ്റസ്റ്റ് വെൽ ബാലൻസ് കീപ്പർ ഓഫ് ടീമാണ്. ഡിസ്ട്രിബ്യൂഷൻ, സ്വീപ്പിംഗ്, സേവ്, റിഫ്ലക്സ് എല്ലാം ഉണ്ട്. മോഡേൺ ഡേ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന പേര് മാനുവൽ നോയർ ആണ്. മോഡേൺ ഡേ ഐഡൽ എന്ന് പറഞ്ഞ നോയറാണ്. ആ ഒരു സംഭവം തുടങ്ങിയത് നോയറിന്റെ. പക്ഷെ ആ ഒരു സമയം കഴിഞ്ഞ ആ ഒരു പൊസിഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത പ്ലെയർ നോയറാണ്.
എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് എസ്പെഷ്യലി തോന്നുന്നു ഇപ്പൊ രണ്ട് സ്റ്റെഗനും എസ്പെഷ്യലി വല്ല ലാസ്റ്റ് സീസണിന്റെ പോലുള്ള ഫോമിലൊന്നും സ്റ്റെഗനും ഇല്ല. അതുകൊണ്ട് സ്റ്റെഗനും ഇപ്പൊ നേറിന് അവിടെ പ്ലേസ് ചെയ്യുന്നത് വലിയ തെറ്റിലാണ് എന്റെ അഭിപ്രായം. ആസ് ലോങ് ആസ് ഒരു ജർമ്മനി കാര്യം ഓർക്കണം, ഡിഫൻസ് പെർഫോം ഗാർഡിയോള ചെയ്യുന്നിടത്തോളം ഇവർക്ക് പെപ് ഏത് ഗാർഡിയോള ടീമായാലും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ജർമ്മനിക്കും സ്പെയിനും നല്ലൊരു മികച്ചൊരു റൺ തന്നെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഷാമിൽ, ഫർസീൻ ആൻഡ് റോഹിത്. താങ്ക് യു. താങ്ക് യു.